ഗുഡ് മോർണിംഗ് മക്കളെ. ഇത് നമ്മള് പെയേഴ്സ് ഓഫ് ഇക്വേഷനിലെ ഇത് എക്സാമ്പിൾസ് കേട്ടോ. ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് ഞാൻ അതും ചെയ്യുന്നുണ്ട്. നിങ്ങൾ പഠിക്കണ്ടേ? അത് കഴിഞ്ഞിട്ട് അത് പഠിച്ചിട്ട് വേണ്ട നമുക്ക് എക്സസൈസിലേക്ക് പോകാൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. 4 times the number added to 3 times of another number gives 43. 2 times second number and subtracted from 3 times first number gives 11. What are the numbers? നമുക്കറിയാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ അറിയാം, കണ്ടീഷൻ എഴുതാൻ അറിയാം ഇല്ലേ? ഇത് നിങ്ങൾ എൻ്റെ കൂടെ ചെയ്യും അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പൊ രണ്ട് നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം കണ്ടീഷൻ കൊടുക്കണം. ലെറ്റ് ദ നമ്പേഴ്സ് ബി എക്സ് ആൻഡ് വൈ. ലെറ്റ് ദ നമ്പേഴ്സ് ആർ എക്സും വൈ. അപ്പൊ ഫസ്റ്റ് നമ്പർ ലെറ്റ് ദ നമ്പേഴ്സ് ഫസ്റ്റ് അങ്ങനെ എഴുതാം. ഫസ്റ്റ് നമ്പർ ഇസ് ഈക്വൽ ടു എക്സ് എന്നും സെക്കൻഡ് നമ്പർ വൈ എന്നും. 4 times എ നമ്പർ. അപ്പൊ ഫസ്റ്റ് നമ്പറിന്റെ 4 times. ഫസ്റ്റ് നമ്പറിന്റെ 4 times എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ എഴുതും? 4x. 4 into x, 4x. ആഡ് ചെയ്തു 3 times another number. മറ്റേ നമ്പറിന്റെ 3 times. അപ്പൊ എത്ര എഴുതും മക്കളെ? 3y. അതിന്റെ ആൻസർ 43. ഫസ്റ്റ് കണ്ടീഷൻ. നിങ്ങൾക്ക് അറിയാം ഇപ്പൊ കണ്ടീഷനൊക്കെ എഴുതാം. പഠിച്ചില്ലേ? എനിക്കറിയാമല്ലോ പഠിച്ചെന്ന്. ഇനി 2 times സെക്കൻഡ് നമ്പർ. സെക്കൻഡ് നമ്പറിന്റെ 2 times സബ്ട്രാക്ട് ചെയ്യാനാ പറഞ്ഞത്. സബ്ട്രാക്റ്റഡ് ഫ്രം 3 times ഫസ്റ്റ് നമ്പർ. സെക്കൻഡ് നമ്പറിന്റെ 2 times സബ്ട്രാക്ട് ചെയ്യുവാണ്. ആരിൽ നിന്ന്? ഫസ്റ്റ് നമ്പറിന്റെ 3 times ചെയ്യണം. 2 times of second number subtracted from 3 times. ആൻസർ 11. സെക്കൻഡ് കണ്ടീഷനും കിട്ടി. നമ്പേഴ്സ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കറിയാം, നമ്മൾ ചെയ്യും. ഇവിടെ ആരെ നമ്മൾ ഒരുപോലെ ആക്കണം? ഒരുപോലെ ഉണ്ടോ? ആരും ഒരുപോലെ ഇല്ല. ഒരുപോലെ ആക്കണം. എപ്പോഴൊക്കെ എക്സിനെ ആക്കാം അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളല്ലോ. വയ്യ വേണമെങ്കിൽ ആക്കാം. പക്ഷെ ഇവർ തമ്മിൽ മൾട്ടിപ്പിൾ ആണോ? 4ഉം 3ഉം തമ്മിൽ മൾട്ടിപ്പിൾ ആണോ? അല്ലല്ലോ. അല്ല, നമുക്ക് ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നോക്കണം. ഇത് മൾട്ടിപ്പിൾ അല്ല. നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം, 3 കൊണ്ട് മേളിൽ ചെയ്യും, 4 കൊണ്ട്. മൊത്തം ടേമിന് മേളിൽ 3 കൊണ്ട്, താഴെ 4 കൊണ്ട്. നമ്മൾ 4നെ ഒരുപോലെ ആക്കാൻ അതുകൊണ്ടാണ് കേട്ടോ. ഇനി മൾട്ടിപ്ലൈ ചെയ്തേ. 4 into 3 12x plus 3 into 3 9y. 43 into 3 എത്രയാ? 129. അതുപോലെ ഈ ടേമിനെ 4 വെച്ച് 12x minus 8y is equal to 44. ഇക്വേഷൻ നമ്പർ 3 എന്നും കിട്ടി, ഇക്വേഷൻ നമ്പർ 4 എന്നും കിട്ടി. അപ്പൊ 12 ഇവിടെ സെയിം ആയതേ ഉള്ളൂ. എക്സ് സെയിം ആയി. 12x ക്യാൻസൽ ആകണമെങ്കിൽ ഒരാൾ പ്ലസും ഒരാൾ മൈനസും. ഇവിടെ 2 പ്ലസ്സാ. നമ്മൾ എന്ത് ചെയ്യും? ഒരു ടൈമിനെ മൈനസ് ആക്കും. എങ്ങനെ മൈനസ് ആക്കും? ഫുൾ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. ആര് വെച്ച്? മൈനസ് വെച്ചേ. പക്ഷെ നമുക്ക് ഇവരെ എന്നാ മാറ്റാം ഇല്ലേ? എപ്പോഴും നമ്മൾ ഫസ്റ്റ് കിടക്കുന്നവരെ. അപ്പൊ ഈ ടൈമിനെ മൊത്തം മൈനസ് ചെയ്യുവാണ്. ഫസ്റ്റ് അതുപോലെ തന്നെ കിടക്കട്ടെ. അതൊക്കെ എഴുതിയേക്കാം. ഒന്നെടുത്തെഴുതുക ഞാൻ. 12x plus 9y is equal to 129. 3 അതുപോലെ കിടക്കുന്നു. 4 മാറ്റി. സൈൻ മാറും. അങ്ങ് മാറ്റി കൊടുത്താൽ മതി. ഇവിടെ എന്നാ കിടക്കുന്നു? നേരെ അതിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ ഇവിടെ എന്നാകും? -12x. ഇവിടെ എന്നാകും? +8y ആകും. ഇവിടെ എന്നാകും മക്കളെ? -44 ആകും. പുതിയ ഇക്വേഷൻ, ഇക്വേഷൻ നമ്പർ 5. ഇനി നമ്മൾ 3ഉം 5ഉം കൂടാണ് ചെയ്യാൻ പോകുന്നത്. ഇവര് തമ്മിൽ ക്യാൻസൽ ആയിപ്പോയി. +12x -12x. ബാക്കിയുള്ളവരെ ചെയ്താൽ പോരെ? എന്നോട്ട് ചെയ്യട്ടെ. ഓക്കെ, ബാക്കി എന്താണ്? 2ഉം പ്ലസ് ആണ്. 2ഉം പ്ലസ് ആണെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും? ആഡ് ചെയ്യും. ഇപ്പൊ 17y 9 + 8 17y is equal to ഇത് പ്ലസും മൈനസും. പ്ലസും മൈനസും വന്നാൽ സബ്ട്രാക്ട് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്തേ. 129 44 പോകെ 9 9 12 85 അല്ലേ? ഓക്കെ, 85. Therefore y is equal to 85 divided by 17. 17ന്റെ ടേബിളിൽ എത്ര പ്രാവശ്യം ഉണ്ട് മക്കളെ? എത്ര പ്രാവശ്യം ഉണ്ടെന്ന് അറിയാവോ? 17നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 35 85. അപ്പൊ വൈയുടെ വാല്യൂ കിട്ടി. അപ്പൊ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മുടെ ഏതെങ്കിലും ഇക്വേഷനകത്തോട്ട് ഇവിടെ 2 ഇക്വേഷനുകൾ ഉണ്ടായിരുന്നു. അതുകൂടെ ഒന്ന് എഴുതിയിട്ടേക്കാം. അത് അറിഞ്ഞല്ലേ? ആദ്യത്തെ 4x plus 3y is equal to 43 എന്നും 3x minus 2y is equal to 11. ഇതാണ് നമ്മുടെ ഫസ്റ്റും
സെക്കൻഡ് ഇക്വേഷൻസ്. നമുക്ക് ഏത് ഇക്വേഷൻ വേണമെങ്കിലും എടുക്കാം. നമുക്ക് എപ്പോഴും നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെറുതായിട്ടുള്ളത് നോക്കാം. ഇവിടെ 43 വലിയ സംഖ്യയല്ലേ, അപ്പോൾ നമുക്ക് ഇതെടുത്താലോ. ഇതെടുക്കുവാണെങ്കിൽ നമുക്ക് കാൽക്കുലേഷനൊക്കെ ചെറുത് വരുന്നുണ്ട്, അപ്പോൾ അതിലെടുക്കാം കേട്ടോ. ഞാൻ ഇപ്രാവശ്യം സെക്കൻഡ് ഇക്വേഷനാണ് എടുക്കുന്നത്. ഓക്കെ, ഇതിനകത്തോട്ടാണ് 3x മൈനസ് 2y ഇസ് ഈക്വൽ ടു 11 എക്സ്. വൈയുടെ സ്ഥാനത്ത് 5 കൊടുക്കാൻ പോവാം. അപ്പോൾ 3x മൈനസ് 2 ഇൻറ്റു 5 അല്ലേ, ഇവിടെ വൈയുടെ സ്ഥാനത്ത് 5 ഇസ് ഈക്വൽ ടു 11. 3x മൈനസ് 5 ഇൻറ്റു 2 10 ഇസ് ഈക്വൽ ടു 11. Therefore 3x is equal to 11 മൈനസ് 10 ഇങ്ങോട്ട് പോകും അല്ലേ മക്കളെ. അപ്പോൾ എന്നാകും പ്ലസ് 10. അപ്പോൾ എത്ര വരും 21. Therefore 3x is equal to 21, x is equal to 21. 3 ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്നാ ചെയ്യണം? ഞാൻ ഇതൊക്കെ ചുമ്മാ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ എഴുതി പോകുന്നത് കേട്ടോ. 3 വരുമ്പോൾ എത്ര വരും ആൻസർ? 7. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി 7 എന്നും വൈയുടെ വാല്യൂ എന്നാ കിട്ടി 5 എന്നും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കൺക്ലൂഷൻ എഴുതണ്ടേ? ഫസ്റ്റ് നമ്പർ അങ്ങനെ ചോദിച്ചിരുന്നു, അപ്പോൾ നിങ്ങൾ അങ്ങനെ എഴുതണം കേട്ടോ. ഫസ്റ്റ് നമ്പർ ഈസ് 7 and second number is equal to 5 എന്ന് നമ്മൾ എടുത്ത് എഴുതണം. ഓക്കെ മക്കളെ, അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ നമ്മുടെ വൈയുടെ വാല്യൂ കൊടുത്തില്ലേ, നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയ ഏത് ഇക്വേഷനകത്ത് വേണമെങ്കിലും വൈയുടെ വാല്യൂ നമുക്ക് കൊടുക്കാം കേട്ടോ. അങ്ങനൊന്നുമില്ല ഫസ്റ്റിനകത്തും സെക്കൻഡിനകത്തും അങ്ങനെ കൊടുക്കണമെന്നൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കിയതെല്ലാം സെയിം ഇക്വേഷൻ തന്നെയാണ്, അവർ മാറ്റി മാറ്റി ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഏത് ഇക്വേഷനകത്ത് കൊടുത്താലും, പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നത് ഫസ്റ്റ് അല്ല സെക്കൻഡിനകത്ത് കൊടുക്കുക. കാരണം മറ്റേതിനകത്തൊക്കെ സംഖ്യകൾ വലുത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു അങ്ങനെയൊക്കെ വന്നല്ലേ വരുന്നത്. അപ്പോൾ ഫസ്റ്റോ സെക്കൻഡോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ. അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ മക്കളെ, എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, ആൻസർ ശരിയാക്കണം, എനിക്ക് അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക് അറിയാം, ഇപ്പം കണ്ടീഷനൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ലേ, ബാക്കി കാൽക്കുലേഷനും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ ഓരോ പ്രോബ്ലത്തിലും. അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴേ തന്നെ എനിക്ക് തോന്നുന്നില്ല വീഡിയോ കാണണമെന്ന്, അല്ലാതെ തന്നെ നിങ്ങളത് ആൻസർ ചെയ്തു, അതായിരിക്കും വേണ്ടത്, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ മക്കളെ, ശരി എന്നാൽ താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്ക് 10th പെട്ടെന്ന് തന്നെ തുടങ്ങുന്നുണ്ട്. 10th ഉള്ളവരോടൊക്കെ ഒന്ന് പറയണം കേട്ടോ. താങ്ക് യു.